ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജയോട് അപ്പു ഉള്ള കാര്യം പറയാനായിട്ട് വിളിച്ചു. പങ്കജ് വളരെ വൃത്തികെട്ടവനാണെന്നും മറ്റു പെൺകുട്ടികളൊക്കെ ആയിട്ട് അവന് ബന്ധമുണ്ട്, നീ അവനെ വിശ്വസിക്കരുത്, അവൻ ചതിക്കും എന്നൊക്കെ. മേലിൽ ഇനി പങ്കജിൻ്റെ കുറ്റം പറയാൻ വേണ്ടി എന്നെ വിളിച്ചേക്കരുതെന്നും പറഞ്ഞു പൂജ അങ്ങോട്ട് അപ്പുവിനോട് ദേഷ്യപ്പെടുക. അല്ലെങ്കിൽ തന്നെ പങ്കജിനെക്കുറിച്ച് കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾക്ക് പങ്കജിനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇനി മേലിൽ പങ്കജിനെക്കുറിച്ച് എന്നോട് മോശമായി പറയരുത്. ഞാനും പങ്കജും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അത് തടയാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കള്ളക്കളിയും എൻ്റെ അടുത്ത് നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ നീ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോ, അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ പറയാനുള്ള കാര്യം ഞാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പു ഇങ്ങനെ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇനി എന്നെ വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ പൂജ ഫോൺ അങ്ങ് കട്ട് ചെയ്തേ. പൂജ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പുവിനാണെങ്കിൽ ആകെ ഇതായി. പൂജയോടുള്ള ഇഷ്ടത്തിനോടപ്പുറം ഈ ചതിയിലേക്ക് പൂജ ചെന്ന് വീഴുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ അപ്പു വേഗം തന്നെ ഫോൺ എടുത്ത് സുമിത്രയെ വിളിച്ചു. സുമിത്രയെ വിളിച്ചിട്ട് ഇപ്പോൾ പൂജയെ വിളിച്ചതും പൂജയുമായി സംസാരിച്ചതും അപ്പു പറഞ്ഞ കാര്യങ്ങൾക്ക് പൂജ കൊടുത്ത മറുപടിയും ഇതെല്ലാം നമ്മുടെ അപ്പു സുമിത്രയോട് പറഞ്ഞു. അപ്പം ശരിക്കും പൂജയെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പച്ചി. ഇനി ഒരു പക്ഷേ നമുക്ക് പൂജയെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പു ഇങ്ങനെ പറയാം. അപ്പോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും ആകെ ഇതായി. കാരണം ഇനി പെണ്ണിനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണിൻ്റെ ജീവിതം നശിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ നമ്മുടെ പൂജയെക്കുറിച്ച് ഓർത്ത് സുമിത്രയും ആകെ ആവലാതി പിടിച്ചിരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ പൂജ അപ്പുവിനോടുള്ള കലി, അത് പങ്കജിനോടുള്ള ഇഷ്ടം ഇത് ആക്കി മാറ്റി അവിടെ എങ്ങനെ മുറിയിലിരുന്ന് ദിവാസ്വപ്നം കാണുക ഓരോന്നോരോന്ന് പങ്കജുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തെയും അതുപോലെ പങ്കജ് പൂജയ്ക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും ഇതെല്ലാം എങ്ങനെ ഇരുന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അപ്പു പറഞ്ഞ കാര്യങ്ങളൊന്നും പൂജയുടെ നിഘണ്ടുവിൽ പോലും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനന്യയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോഴേക്കും അനിരുദ്ധ് ചെന്നിട്ട് ചോദിച്ചു, താനെന്താ ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നത്, തനിക്കെന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനന്യ. അന്നേരത്തേക്കും ഈ മുറിയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും, ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വരമോളെ റാഞ്ചി എടുക്കാനായിട്ട് നിങ്ങളുടെ അനുജൻ അവിടെ കാത്തു നിൽക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വരമോൾ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇവർ തമ്മിൽ ഈ സംസാരം നടക്കുന്നത്. അപ്പോൾ മോളെ തട്ടിയെടുക്കാൻ വേണ്ടി അവനവിടെ കാത്തു നിൽക്കല്ലേ എന്ന് ചോദിച്ചപ്പം നീ എന്താ അനന്യ ഇങ്ങനെ, നിന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, എന്തിനു വേണ്ടിയാ നീ ഇതുപോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്, പ്രതീക്ഷ മോളെ ഒന്ന് സ്നേഹിച്ചു അല്ലെങ്കിൽ മോളെ ഒന്ന് എടുത്തെന്ന് കരുതി എന്താ ഇത്ര സംഭവിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പം അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും എടുക്കാനുള്ളതല്ല എൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട് അനന്യ ഇങ്ങനെ പറഞ്ഞു. വരുന്നവരും പോകുന്നവരുമോ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ, അങ്ങനെ വരുന്നവരും പോകുന്നവരുമാണോ പ്രതീക്ഷ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ വരുന്നവനും പോകുന്നവനും ഒന്നും അല്ല, പക്ഷെ ഒരു ജയിൽ പുള്ളി എൻ്റെ മോളെ സ്നേഹിക്കുന്നതോ എൻ്റെ മോളെ എടുക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അനന്യ. അപ്പോൾ ഒരു ജയിൽ പുള്ളി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് നമ്മുടെ കൊച്ചു ശ്രദ്ധിച്ചു. കൊച്ചു വേഗം തന്നെ എന്നിട്ട് ഇങ്ങനെ നോക്കുക, ജയിൽ പുള്ളിയോ, ഡാഡി ചെറിയച്ഛൻ എന്താ ജയിൽ പുള്ളിയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അനന്യയും അതുപോലെ അനിരുദ്ധവും ഇങ്ങനെ പരസ്പരം നോക്കുന്നു. പിന്നെ അനിരുദ്ധിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കളിച്ച് ഈ അനന്യ ഇത് എങ്ങോട്ടായി പോണേന്നുള്ളൊരു പേടിയിൽ. അപ്പം മമ്മി വെറുതെ പറഞ്ഞതാ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കൊച്ചിനൊരു രീതിയിൽ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അനിരുദ്ധ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ മമ്മി എന്തിനാ ചെറിയച്ഛൻ ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞ്, എന്താ ഡാഡി ചെറിയച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതൊക്കെ ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ല. അനിരുദ്ധാണ് ഈ കൊച്ചിൻ്റെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോകാൻ പെടുന്ന പാട്. അങ്ങോട്ട് ഒരു തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അതിനെ കൺവിൻസ് ആക്കി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമിത്രയാണ്. നേരം വെളുത്തു. അപ്പോൾ അനന്യയോട് നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, നീയായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തി കളയും, സംസാരിക്കുന്നതിനിടയിൽ പരിസരബോധം വേണം, അതുപോലെ തന്നെ മാന്യതയും കീപ്പ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനന്യ വഴക്ക് പറഞ്ഞിട്ട് അനിരുദ്ധ് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാട്ടോ. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്ര ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞു പോയി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സുമിത്ര അവിടെ ഇരിക്കുന്നത്. പെട്ടെന്നാണ് സുമിത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ സുമിത്ര ചെന്നു ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് നിൽക്കുന്നത് വേറെ ആരുമല്ല, രഞ്ജിതയും അതുപോലെ നമ്മുടെ അരവിന്ദൻ അതുപോലെ മകൻ, ഇവർ 3 പേരും കൂടിയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ പൂജയുണ്ട് അവിടെ. വന്ന് കയറിയപ്പോൾ തൊട്ട് നമ്മുടെ രഞ്ജിത അഭിനയം എന്ന് പറഞ്ഞാൽ, രഞ്ജിത മാത്രമല്ല കേട്ടോ, അവർ 3 പേരും അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അഭിനയം തന്നെയാണ്. കാരണം പൂജ അവിടെ ഉണ്ടെന്നറിയാം.
സുമിത്രയുടെ മുന്നിലും അതുപോലെ മറ്റുള്ളവരുടെ മുന്നിലും നല്ലവരിൽ ഏറ്റവും നല്ലവരായി അഭിനയിച്ച് തകർത്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ പൂജ അത് വിശ്വസിക്കുകയുള്ളൂ. പൂജ സുമിത്രയെ ധിക്കരിച്ച് ഇവർക്കൊപ്പം ചെല്ലത്തുള്ളൂ. അപ്പം അതറിയാവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ദയനീയത നിറഞ്ഞ രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ താണു കേണ് നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു സംസാരം, അങ്ങനെയൊക്കെയാണ് അവിടെ നമ്മുടെ രഞ്ജിത കാഴ്ചവെക്കുന്നത്. അപ്പോൾ സുമിത്രയൊന്നും അങ്ങോട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല, രഞ്ജിതയാണ് എല്ലാം പറയുന്നത്. രഞ്ജിത ഇങ്ങനെ വന്നിരുന്നു, സുമിത്ര ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ വന്നതിൻ്റെ കാരണം വളച്ചു കെട്ടാതെ കാര്യം പറയാം സുമിത്രേ. ഞങ്ങൾ കുട്ടികളുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വന്നാന്ന് പറഞ്ഞു. കുട്ടികളുടെ എന്ത് കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ പൂജ നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇതൊക്കെ കേട്ട് കുട്ടികളുടെ കാര്യം ഉള്ള കാര്യം എന്ന് പറയാം. പങ്കജും പൂജയും തമ്മിൽ നല്ല ഇഷ്ടത്തിലെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടത്തിൽ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്ന് നടത്തിയാലോ എന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ പൂജമോൾക്ക് സമ്മതമാണ്. അതുകൊണ്ട് തന്നെ സുമിത്രയോട് വന്നൊന്ന് കാര്യം അവതരിപ്പിക്കണമല്ലോ, അതിനു വേണ്ടി വന്നതാ. പൂജമോളുടെ ഇഷ്ടത്തിനപ്പുറം സുമിത്രയ്ക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ സുമിത്രയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞങ്ങളോട് ചില തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ സുമിത്രയുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം വന്ന് സംസാരിച്ച് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ സുമിത്ര ഒന്നും മിണ്ടുന്നില്ല. ഈ വിവാഹം നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സുമിത്ര ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പങ്കജും പൂജയും കൂടെ അങ്ങ് മാറിപ്പോയിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് സംസാരിക്കാൻ മാറിപ്പോയ സമയത്ത് നമ്മുടെ സുമിത്രയോട് രഞ്ജിത, നീ വെറുതെ മസിൽ പിടിക്കേണ്ട കാര്യമില്ല സുമിത്രേ. നീ എത്രയൊക്കെ മസിൽ പിടിച്ചാലും പൂജയെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പൂജ എൻ്റെ മരുമകളായി എൻ്റെ വീട്ടിൽ വാഴും, നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനിത് നടത്തുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുക. ഇനി പൂജയുണ്ടല്ലോ, നിൻ്റെ വാക്കൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ വരവോടുകൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി നിന്നെ ധിക്കരിച്ചിട്ടാണെങ്കിലും ഒരിക്കലും പൂജ രഞ്ജിതയെ മറികടക്കാനോ രഞ്ജിതയെ ഉപേക്ഷിക്കാനോ തയ്യാറാകില്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ, നീയൊന്ന് സംസാരിച്ച് നോക്ക്. നിൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ അവൾ വരുന്നത് കാണാം. എങ്ങനെയുണ്ട് സുമിത്രേ, നല്ലതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജിത സുമിത്രയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ രഞ്ജിത പറയുന്ന ഓരോ ഇതിനും നമ്മുടെ സുമിത്ര ഇങ്ങനെ അത് കേട്ടോണ്ട് ഉള്ള നീറിപ്പുകയുന്ന ഇതോടുകൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡയറിയുടെ കാര്യമൊക്കെ ഇതിനിടയിൽ വന്നു. എന്തായാലും ഇതൊക്കെ കേട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഉള്ളതെല്ലാം കടിച്ചു പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. ജയിച്ചു എന്നുള്ളൊരു ഭാവത്തോടു കൂടി എന്നിട്ട് നമ്മുടെ രഞ്ജിതയും അരവിന്ദനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുമിത്ര ഇത് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.